കണ്ണൂർ ചെണ്ടയാട് വിദ്യാർത്ഥിയെ ആക്രമിച്ച് തെരുവുനായ കൂട്ടം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആയിഷ രക്ഷപ്പെട്ടത്. അർജുൻ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കുഞ്ഞിന് പരിക്കില്ലല്ലോ അല്ലേ? കുഞ്ഞിന് പരിക്കുകളുണ്ട്, പക്ഷെ ആ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകളല്ല. പക്ഷെ ഏറെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്ന് ആ കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ആ കുട്ടി ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ കുട്ടി അവിടെ നിന്നും നിലവിളിച്ച് ഓടുകയും അവിടെ സമീപത്തുണ്ടായിരുന്ന മറ്റ് ചില ആളുകൾ അത് ആ നിലവിളി കേട്ട് അവിടത്തേക്ക് ഓടിക്കൂടുകയും ഈ തെരുവ് നായ്ക്കളെ അവിടെ നിന്നും ഓടിക്കുകയും ഒക്കെ ചെയ്തതാണ്. വലിയൊരു അപകടമില്ലാതെ അല്ലെങ്കിൽ വലിയ മറ്റൊരു ദുരന്തമായി മാറാതെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞെന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. എന്തായാലും ഏറെ അപകടമുണ്ടാവുന്ന ഒരു അല്ലെങ്കിൽ അപകട ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത്ഭുതം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. ചെണ്ടയാട് സ്കൂളിൽ പഠിക്കുന്ന 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി വലിയ രീതിയിൽ ആ സമയത്ത് ഈ ഭീതിയാഴുകയും അവരുടെ നാട്ടുകാരായി നിലവിളിക്കുകയൊക്കെ ചെയ്തതിന് നാട്ടുകാരൊക്കെയാണ് അവിടെ നിന്ന് പിന്നീട് ഓടിക്കൂടുകയൊക്കെ ചെയ്തത്. എന്തായാലും കുട്ടി വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വലിയ ആശ്വാസകരമാണ്. എന്നാൽ കുട്ടിക്ക് പരിക്കുകളുണ്ട്. മാധു, ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. എവിടെ നിന്ന് എന്നറിയാതെ നായ്ക്കൂട്ടം മൂടിയെടുക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പരിക്കുണ്ട് ആ കുട്ടിക്ക്, പക്ഷേ അത് ഗുരുതരമായ പരിക്കല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നമ്മൾ ഇപ്പോഴത്തെ എത്ര ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നത് ആലോചിക്കണം. ആഴ്ചയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളാണ് ഇരയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. എത്ര തവണ ഇതിനൊരു പരിഹാരം വേണമെന്ന ആവശ്യം ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയാം, അങ്ങനെയൊന്നും ഉണ്ടാകുന്നുമില്ല.